നമ്മൾ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൻ്റെ പ്രൈവസി കൺസേൺസും അതേപോലെ ഓൾട്ടർനേറ്റീവ്സ് ആപ്പിൻ്റെ കുറച്ച് സംസാരിച്ചു. നമ്മളത് സംസാരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞുടനെ വാട്സാപ്പ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അഗെയിൻസ്റ്റ് ഒരു കേസ് ഇട്ടു. വാട്സാപ്പ് സ്യൂസ് ഇന്ത്യൻ ഗവൺമെന്റ് ഓവർ ന്യൂ പ്രൈവസി റൂൾസ്. ഇതില് മെയിനായിട്ട് എന്താ ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയിലും ഒരു ലിയേസൺ ഉണ്ടാവണം. ആ ലിയേസൺ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ മെസ്സേജുകളുടെ ഉറവിടം വ്യക്തമാക്കാൻ പാകത്തിനുള്ള ഡാറ്റ ഈ കമ്പനികൾ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഇപ്പോ ഇതിൽ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. റോയിറ്റേഴ്സ് ഈ പറഞ്ഞ പോലെ സിഗ്നലും ടെലഗ്രാമും ഒക്കെ ഇന്ത്യയിൽ യൂസേജ് വളരെയധികം സർജ് ആയിട്ടുണ്ടെങ്കിലും വാട്സാപ്പ് പോലെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു യൂസർ ബേസ് ഇനിയും ഈ രണ്ട് ആപ്പിനും കിട്ടിയിട്ടില്ല. ഇപ്പൊ തന്നെ ഇതിൽ മെയിൻ എന്താന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഈ പ്രൈവസി, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ പ്രൈവസി ഹാസ് എ റിയൽ PR പ്രോബ്ലം. കാരണം ഒരു ഡാറ്റ തെഫ്റ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് വരുന്ന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. ഒരുപാട് പേർക്ക് അതിന്റെ സീരിയസ്നെസ് ഇല്ല. ഇപ്പോൾ എനിക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് പേര് അവരവരുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈവൻ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസും ഡെബിറ്റ് കാർഡിന്റെ പിന്നോടൊപ്പം കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആയിട്ട് സേവ് ചെയ്യുന്ന ആൾക്കാരെ വരെ എനിക്ക്. കാരണം ഈ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആർക്ക് വേണേ എടുത്ത് നോക്കാം. അല്ല ഇപ്പൊ ഈ ഗൂഗിൾ കോണ്ടാക്റ്റിലാണ് സേവ് ചെയ്യുന്നത് എങ്കിൽ അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വർക്ക് പ്ലേസിൽ ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫേയിൽ ഇരുന്നിട്ട് പോകുന്ന ആൾക്ക് അയാളുടെ ATM കാർഡും പിന്നും, എന്തിന് ATM കാർഡും പിന്നും, അവരുടെ പേഴ്സണൽ കോണ്ടാക്ട് ലിസ്റ്റും കാര്യങ്ങളെല്ലാം സൈൻ ഔട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നീഷ് സിനാരിയോ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ എല്ലാരും നമ്മളെപ്പോലെ ആവണമെന്നില്ലല്ലോ. ഒരുപാട് പേരുണ്ട് ബിലോ ആവറേജ് ആയിട്ട് ടെക്നോളജി മനസ്സിലാക്കി ബേസിക് നെസസിറ്റീസിന് മാത്രം ഉപയോഗിച്ച് അതിന്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്ത് അതോടുകൂടി അതങ്ങ് മറന്നുപോകും. അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ട് എന്നുള്ളത്, ചെയ്തു എന്നുള്ളത് ഒക്കെ മറന്നുപോകും. പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. India's new Intermediary Guidelines and Digital Media Ethics Code designates significant social media intermediaries as standing to lose protection from lawsuits and criminal prosecution if they fail to adhere to the code. എന്താണ് നിനക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ബിക്കോസ് see, I don't want this discussion to go political. പക്ഷേ I think this is just wrong. എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് പാത്താണ്. ഒന്ന് വന്നിട്ട് നമ്മളെ പോലെ സാധാരണക്കാരന് സാധാരണയായിട്ട് മെസ്സേജ് അയക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്സ് ഇടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലീഡ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഡാറ്റ യൂസ് ചെയ്യാം. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, ഇഫ് വി ആർ റോങ് ഡൂവേഴ്സ്, നമ്മൾ രണ്ടാലും ഒരു തെറ്റായ ഒരു ചിന്ത വെച്ചിട്ടാണ് എന്തോ ഒരു കാര്യം ചെയ്യുന്നത്, നമ്മൾ മെസ്സഞ്ചർ വഴി ഓർ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമ്മൾ ചാറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ട്രേസ് ഔട്ട് ചെയ്യാൻ ഈ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നതാണോ? ഇതൊന്നും നമുക്ക് ഇപ്പോൾ വരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഈ രണ്ട് ടൈപ്സ് ഓഫ് ഇതും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, ഇപ്പോ ഇത് നിൽക്കുന്നത് ഒരു ഗ്രേ ഏരിയയിലാണ്. ഇപ്പോ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ ആണെന്ന് വെക്കാം, അത് കേസ് ബൈ കേസ് ബേസിസിലായിരിക്കണം ഈ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് റിക്വസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഓക്കെ, ഇന്നാളെ ഞങ്ങൾക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ ഇന്നാളെ ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഇന്നാളുടെ ഡാറ്റ ഞങ്ങൾക്ക് താന്ന് പറഞ്ഞാൽ അത് അവിടെ പ്രസ്താവിക്കാൻ പറ്റണം. മീൻസ് ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിന് ഒരു ലിയേസണെ വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയും ആയിക്കോട്ടെ, ഹൈക്കോർട്ട് പറയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സുപ്രീം കോടതി പറയാണ് ഇന്ന ആളുടെ ഡാറ്റ ഇന്ന കമ്പനി റിലീസ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാതിരിക്കാൻ വേറെ നിർത്തിയില്ല. സോ അങ്ങനെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോടതി തന്നെ പറയാലോ, കോടതിക്ക് പറയാം ഇന്ന ആളുടെ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്ത് തരണം, ഇന്ന കാരണം കൊണ്ട്, ഇത് ഓർഡറാണ്, കോർട്ട് ഓർഡറാണ്, ബിക്കോസ് ദാറ്റ് ഹാസ് ഗോൺ ത്രൂ ദ എൻറ്റയർ ലീഗൽ സിസ്റ്റം. അപ്പോ അതിൽ ഫൗൾ പ്ലേ നടക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇത് ഒരു ലിയോസണ അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയിൽ ഒരാളെ വെക്കുന്നതോടുകൂടി ഈ കോർട്ടിനെയൊക്കെ മറികടന്ന് ഗവൺമെന്റിന് ഡയറക്റ്റ് കൺട്രോൾ കയ്യിൽ ബൈപ്പാസ് ചെയ്യും. എക്സാക്ട്ലി ആ ലോ എന്നുള്ള ഒരു ഇത് ബൈപ്പാസ് ചെയ്യണം.
അപ്പൊ അതില് ഈ പറഞ്ഞതുപോലെ മിസ്കണ്ടക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കിതാണ് മനസ്സിലായത്. And I really think this step is unnecessary, you know. വേറെ എല്ലാ ആപ്പും ഇതിനോട് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ സോഫാർ നമ്മൾക്ക് കിട്ടുന്ന ന്യൂസ് അനുസരിച്ചിട്ട് ഗൂഗിൾ, ഫേസ്ബുക്ക്, ടെലഗ്രാം, ലിങ്ക്ഡൻ and Tiger Global backed Indian startups, ShareChat and Koo have either fully or partially complied with the South Asian nations' new IT rules. ഇത് ഫെബ്രുവരിയിൽ വന്നതാണ് ആക്ച്വലി നോട്ടിഫിക്കേഷൻ. ഇതിപ്പോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കിൽ പറയുകയാണ്, ഗവൺമെന്റ് എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കാൻ പാകത്തിന് എല്ലാ കമ്പനിയിലും ഒരാളുണ്ടാവും. ഇപ്പൊ ഈ മോളിൽ പറഞ്ഞിട്ടുള്ള ഫേംസ് ഒക്കെ അതിന് കംപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതില് സിഗ്നലൊക്കെ എത്രത്തോളം കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സിഗ്നലിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ ഡാറ്റയൊന്നും ഇല്ല, അവരൊരു ഡാറ്റയും സൂക്ഷിച്ചു വെക്കുന്നില്ല. അപ്പൊ ഈ സിഗ്നലിന്റെ അവസ്ഥ എന്താണെന്ന് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിൽ സിഗ്നൽ മെൻഷൻ ചെയ്തിട്ടില്ല. WhatsApp has complied with the aforementioned rules but not with the requirement about traceability. WhatsApp sued the Indian government earlier this week over the requirement about bringing a way to trace the originator of messages. WhatsApp said it would have to compromise every user's privacy to be able to comply with this rule. അത് ആക്ച്വലി വളരെ ശരിയാണ്. ആ പറഞ്ഞത് 100% ശരിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഒറിജിനേറ്ററുടെ ഒരു മെസ്സേജിന്റെ ഒറിജിനേറ്ററെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കളയണം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു 1000 പ്രാവശ്യം ഫോർവേഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ 1000 ചാറ്റിന്റെ എൻക്രിപ്ഷൻ കളയേണ്ടി വരും. അത് ബേസിക് ആ പ്രൈവസി എന്നുള്ള ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒരു അർത്ഥമില്ലാതായി പോകുന്ന ലെവൽ പരിപാടിയാണ്.